സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത VC-യുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. ഹാൻസ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, വിവാദങ്ങൾക്കൊടുവിൽ സസ്പെൻഷൻ, പറയാൻ വിവരങ്ങൾ. തീർച്ചയായും സേതുലക്ഷ്മി, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു നീക്കം സർവകലാശാലയുടെയും അതിനോടൊപ്പം തന്നെ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സർവകലാശാല കടന്നിരിക്കുന്നത്. ജൂൺ 25-ന് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയതായും ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴിവിട്ട് ചട്ടവിരുദ്ധമായി പെരുമാറിയതായും പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർവകലാശാല VC ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇത്തരത്തിൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി. അനുചിതമായിട്ടല്ല ഇത്തരത്തിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ പെരുമാറിയത്. ഗവർണർ വേദിയിലിരിക്കുമ്പോൾ ഈ പരിപാടി നടന്ന ഹാളിൻ്റെ അനുമതി റദ്ദാക്കിയത് ധിക്കാരപരമായ നടപടിയായിരുന്നു. ഏതെങ്കിലും ഒരു മതചിഹ്നം ഉപയോഗിച്ചതായിട്ട് പ്രാഥമികമായി രജിസ്ട്രാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം VC രാജ്ഭവന് നൽകിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു രാജ്ഭവനും പ്രവർത്തിച്ചിരുന്നത്. സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കാനുള്ളൊരു ശുപാർശയാണ് രാജ്ഭവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലറായിട്ടുള്ള കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും നാളെ ഇത്തരത്തിൽ കേരള സർവകലാശാല VC ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ വിദേശത്തേക്ക് പോകും. 8-ാം തീയതിക്ക് ശേഷമേ അദ്ദേഹം തിരിച്ചു വരികയുള്ളൂ. എന്തായാലും നിലവിൽ ഈ നടപടി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രജിസ്ട്രാറെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർവകലാശാല സ്വീകരിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറിൻ്റെ താൽക്കാലിക രജിസ്ട്രാറുടെ ചുമതല ഇപ്പോൾ സീനിയർ ജോയിൻറ്റ് രജിസ്ട്രാറായിട്ടുള്ള P ഹരികുമാറിന് നൽകിയതായിട്ടും വൈസ് ചാൻസലറുടെ ഉത്തരവുണ്ട്. സേതു, ഈ രജിസ്ട്രാറുടെ നടപടി അനുചിതമാണെന്നടക്കം ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി പരിഗണിച്ചാർക്ക് ഇപ്പോഴത്തെ പെട്ടെന്നുള്ള നടപടി വന്നിരിക്കുന്നത് അല്ലേ ഹാൻസ്? മാത്രമല്ല, അപ്പോൾ ഇപ്പോഴത്തെ ഒരു നടപടി ഇനി പുതിയൊരു തലത്തിലേക്ക് ഒരു വിവാദത്തെ കൂടി എത്തിക്കില്ലേ? തീർച്ചയായും സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച പിന്നിടുന്നു. ഈ വികാസങ്ങൾക്കിടയിൽ വലിയ രൂക്ഷ വിമർശനമാണ് രജിസ്ട്രാർക്കെതിരെ ഉന്നയിക്കപ്പെട്ടത്. സർവകലാശാലയിലെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം രജിസ്ട്രാർക്കെതിരെ പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കാരണം ഇത്തരത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ കൂടെ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മർദ്ദത്താലാണ് രജിസ്ട്രാർ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നടക്കം പരാതികൾ രാജ്ഭവനും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർക്കും ലഭിച്ചിരുന്നു. ഇതിനെല്ലാം കൂട്ടിക്കിഴിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ രജിസ്ട്രാറെ വിമർശിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരം VC ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ രാജ്ഭവന് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിലെല്ലാം തന്നെ വളരെ രൂക്ഷമായ വിമർശനം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. രജിസ്ട്രാർ പ്രവർത്തിച്ചത് ബാഹ്യ ഇടപെടലുകൾക്ക് സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് എന്നാണ് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടിൽ ഉണ്ടായത്. കൂടാതെ രജിസ്ട്രാർക്കെതിരെ ആഭ്യന്തര അന്വേഷണവും അതിനോടൊപ്പം തന്നെ ബാഹ്യ അന്വേഷണമൊക്കെ ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ രജിസ്ട്രാറോട് ആദ്യം VC റിപ്പോർട്ട് വിശദീകരണം തേടിയിരുന്നു. ഈ വിശദീകരണത്തിലെല്ലാം തന്നെ രജിസ്ട്രാർ വ്യക്തമാക്കിയിരുന്നത് തനിക്ക് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ അത്തരമൊരു നടപടിയിലേക്ക് കടന്നതെന്നാണ്. കൂടാതെ സെക്യൂരിറ്റി ഓഫീസർ ആവട്ടെ PRO ആവട്ടെ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്നായിരുന്നു രജിസ്ട്രാർ വിശദീകരണം നൽകിയത്. ആ വിശദീകരണത്തിലും വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രജിസ്ട്രാർ ഈ നടപടി ചെയ്തിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ, അന്വേഷണ റിപ്പോർട്ടിലൊക്കെ ഉണ്ടായിരുന്നത് ഹാൻസ്. അപ്പോൾ ഈ രജിസ്ട്രാർ പ്രവർത്തിച്ചത് ചട്ടലംഘനമായിട്ടാണത്. മതചിഹ്നം ഉപയോഗിക്കുന്ന പരിപാടികൾ നടത്താൻ പറ്റില്ല. അപ്പോൾ എന്താണ് മതചിഹ്നം എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു കൃത്യമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുമൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ രജിസ്ട്രാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് സാധ്യതയുണ്ടോ?
സേതു, കേരള സർവകലാശാല നിയമപ്രകാരം ഇത്തരത്തിൽ ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് സസ്പെൻഷൻ ശുപാർശ ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലാതെ ഉത്തരവിറക്കാനുള്ള ഒരു നിയമ സാഹചര്യം നിലനിൽക്കുന്നില്ല. ഈ ശുപാർശയ്ക്ക് അനുസരിച്ച് ഈ VC-യുടെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് VC-യുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ്. യൂണിവേഴ്സിറ്റി നിയമപ്രകാരമുള്ള VC-യുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് അന്വേഷണ വിധേയമായി ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സർവകലാശാല നിയമം അനുസരിച്ച് സിൻഡിക്കേറ്റിനാണ് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമനങ്ങൾ നടത്താനോ അത് റദ്ദാക്കാനുമുള്ള സാഹചര്യം, അല്ലെങ്കിൽ അവർക്കാണ് അതിനുള്ള പവർ ഉള്ളത്. പക്ഷേ ആ സംഘാടകർ നിബന്ധന പാലിച്ചിരുന്നില്ല, അങ്ങനത്തെ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നില്ലേ ഈ രജിസ്ട്രാർ ഹാൻസ്? തീർച്ചയായും സേതുലക്ഷ്മി, ഈ സർവകലാശാലയുടെ ബൈലോ പ്രകാരം മതചിഹ്നമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളോ പ്രസംഗങ്ങളോ ഒന്നും തന്നെ സർവകലാശാല കോമ്പൗണ്ടിലോ സർവകലാശാല അനുവദിക്കുന്ന സ്ഥലങ്ങളിലോ നടത്താൻ പാടില്ല. ഈ ബൈലോ പ്രകാരം താൻ നടപടി സ്വീകരിച്ചു എന്നായിരുന്നു രജിസ്ട്രാറുടെ വിശദീകരണം. പക്ഷേ ഇതിൽ സർവകലാശാല ഏറ്റെടുത്തത് അല്ലെങ്കിൽ VC ഏറ്റവും രൂക്ഷമായി വിമർശിച്ചത് എവിടെയാണ് മതചിഹ്നം ഉപയോഗിച്ചത് എന്നാണ്. കാരണം ഈ കാവിക്കൊടിയേന്ത്യ ഭാരതാംബ ചിത്രത്തെ ഏതെങ്കിലും ഭരണഘടനയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമസംഹിതയിലോ ഒരു മതചിഹ്നമായി വിശേഷിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ആ ഒരു നടപടി പോയിന്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് VC ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കടന്നത്. സ്വാഭാവികമായിട്ടും രജിസ്ട്രാർ നൽകിയ വിശദീകരണത്തിലും ഇത് ഏതെങ്കിലും തരത്തിലുള്ള മതചിഹ്നമായിരുന്നോ എന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് VC നൽകിയ റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഇടപെടലിലൂടെ രജിസ്ട്രാർ നടത്തിയതെന്നാണ് VC-യുടെ റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിലേക്ക് വിടാതെ ഗവർണർ അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണ വിധേയമായി ഇപ്പോൾ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സേതു, കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത് VC-യുടെ ഉത്തരവ് വന്നിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ.